ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള ത്രികോണമിതി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ത്രികോണമിതി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തതിനെ പറ്റിയിട്ട് പറയുക ഒന്നും ഓർമ്മ വരുന്നുണ്ടാവില്ല. അതായത് ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഈ ട്രിഗ്നോമെട്രി പണ്ട് കാലത്ത് കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത് എർത്തുനിന്ന് സ്റ്റാർസ്, പ്ലാനറ്റ് അവിടേക്കുള്ള ഡിസ്റ്റൻസ് മെഷറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ട്രിഗ്നോമെട്രി യൂസ് ചെയ്യണത്. പക്ഷേ ഇന്ന് ട്രിഗ്നോമെട്രി ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ സയൻസ്, എൻജിനീയറിങ് അവിടെ പല ആപ്ലിക്കേഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ട്രിഗ്നോമെട്രി എന്ന വാക്ക് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ TRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ്സ് എന്നാണ് അർത്ഥം. ഇനി ഇവിടെ ഒരു O ഉണ്ട്, ട്രിഗ്നോമെട്രി. അപ്പോൾ ഇനി GON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്, മെട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ. അപ്പോൾ എന്താവും ട്രിഗ്നോമെട്രി അർത്ഥം? 3 സൈഡ് മെഷർ, 3 വശങ്ങളുടെ അളവ്. അതാണ് ട്രിഗ്നോമെട്രി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 3 സൈഡുള്ള രൂപങ്ങളുടെ മെഷർ എന്നാണ്. 3 സൈഡുള്ളത് എന്താണ്? ട്രയാങ്കിൾസിൻ്റെ മെഷറുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ആംഗിൾസ് തമ്മിലുള്ള ബന്ധങ്ങൾ, അതാണ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. ആദ്യം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ് 180. 180 മൈനസ് 90 പ്ലസ് 45 ഡിഗ്രി. ഇനി 90 പ്ലസ് 45 ചെയ്യുക. 5 9 4 10 11 12 13 135. 180 മൈനസ് 135. ഇനി 180 135 കുറച്ച് നോക്കാം. 10 5 പോയാൽ 5, 7 7 3 പോയാൽ 4. അപ്പോൾ 45 ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ 8ാം ക്ലാസ്സിലെ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സമപാർശ്വ ത്രികോണങ്ങൾ, ഐസോസിലസ് ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ 2 ആംഗിളുകൾ തുല്യമാണെങ്കിൽ അതിൻ്റെ എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് 1 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇത് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഈ വശം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? പൈതഗോറസ് തിയറം പ്രകാരം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഇതിന് നമ്മൾ എന്ത് മതി? സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുക, മൈനസ് അല്ല പ്ലസ് ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ സമം 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1, 1 പ്ലസ് 1 സമം റൂട്ട് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. റൂട്ട് 2 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എന്തെന്ന് മനസ്സിലായത്? ആംഗിൾസ് 45 45 90 ആണെങ്കിൽ അവയുടെ സൈഡുകൾ, ഈ 45 ഓപ്പോസിറ്റ് എത്രയായിരുന്നു? 1 സെൻറ്റിമീറ്റർ. ഈ 45 ഓപ്പോസിറ്റ് 1, 90ൻ്റെ ഓപ്പോസിറ്റ് റൂട്ട് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അവയ്ക്ക് എപ്പോഴും നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് എക്സ് ആയിട്ട് നമുക്ക് ഗുണിച്ച് നമുക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ളൊരു സൈഡ് ഞാൻ 3 സെൻറ്റിമീറ്റർ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 45 ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും 3. ഇനി ഈ വശം 90യുടെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 45 ഓപ്പോസിറ്റ് എത്രയായിരുന്നു? 3. 3 ഇൻറ്റു ഒരു റൂട്ട് 2 എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 3 റൂട്ട് 2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ 6 അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? 6 എഴുതുക, ഒപ്പം ഒരു റൂട്ട് 2 എന്ന് എഴുതുക. ഇനി ഈ 90ക്ക് ഓപ്പോസിറ്റ് തന്നു 10 റൂട്ട് 2 തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 നമ്പേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക?
ഈ റൂട്ട് 2ൻ്റെ ഒപ്പം കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10, 10. ഇനി ഒരു 25 റൂട്ട് 2 ആണെങ്കിൽ എത്രയായിരിക്കും ഇവിടെ? 25, 25. അപ്പോൾ നമുക്ക് 45, 45 90 ഡിഗ്രി വരുന്ന കോണുകളുടെ വശങ്ങൾ 1:1:√2. 45 ഡിഗ്രി, 45, 45, 90 വരുന്ന കോണുകളുള്ള മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ എത്രയായിരിക്കും? 1:1:√2 എന്നായിരിക്കും വശങ്ങളുടെ റേഷ്യോ വരിക. ഇത് മറക്കരുത്, ഇത് പഠിച്ചു വെക്കുക തന്നെ ചെയ്യണം. ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കുക. ഈ റൈറ്റ് ട്രയാങ്കിള് 45, 45, 90 ഈ രണ്ട് സൈഡ് വന്നിട്ടുണ്ട് 3, 3. നമ്മളോട് ഈ AC ABC ഈ AC എന്ന വശം കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തിയറപ്രകാരം ഈ രണ്ട് വശങ്ങളുടെയും സ്ക്വയറുകൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √3² + 3² = √3², 9 + 9 = √80. ഈ 80നെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ √18. √18ന് കറക്റ്റായിട്ടുള്ള സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? √9 × 2 18. ഈ റൂട്ട് രണ്ട് നമ്പറിനെയും ഞാൻ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. √9 × √2. √9 ഇതിൻ്റെ സ്ക്വയറാ? 3ൻ്റെ. അപ്പോൾ √2ന് സ്ക്വയർ ഇല്ല. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതി 3√2 എന്ന് നമുക്ക് ഈ സൈഡ് കിട്ടും. 3√2. അല്ലെങ്കിൽ ഇനി എന്താ ഒരു എളുപ്പവഴി എന്താ വെച്ചാൽ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് കിടക്കണ ഈ വശമുണ്ട്. 45ൻ്റെ ഓപ്പോസിറ്റ് കിടക്കണ ഈ വശം ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടും? ഈ AC കിട്ടും. ഇങ്ങനെ ചെയ്യണതിൻ്റെ പകരം ഈ 45ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണോ അതേ ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ കർണം എന്ന വശം കിട്ടും. അതായത് AC എന്ന വശം കിട്ടും. ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഈ റെഡ് പാർട്ട് ഉണ്ട്. ഈ റെഡ് പാർട്ടിന് ഞാൻ പേര് കൊടുക്കുകയാണ് ABC. ഇതിലെ AC എന്ന വശം കണ്ടെത്തണം. ഈ AC എന്ന വശം കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ AC എന്ന വശം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആദ്യം ചിത്രത്തിൽ ഈ വശം എത്രയാണ്? 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഈ വശം എത്രയാണ്? ഈ വശം തന്നിട്ടില്ല. ഈ ആംഗിള് 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി. ഇതെന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിള്, സമപാർശ്വ ത്രികോണം. അപ്പം നമുക്ക് ഈ വശം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ മറ്റൊരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. ഇനി ഈ റെഡ് പാർട്ട് ട്രയാങ്കിള് ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അതിലെ ആംഗിള് 30, 60, 90. 30, 60, 90 ആണെങ്കിൽ അവയുടെ വശങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഈ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. നമ്മളോട് AC എന്ന വശമാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ രണ്ട് വശങ്ങളും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. √2 - 1². 2ൻ്റെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1. √4 - 1 സമം √3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വശം ഇതെത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇതെത്രയായിരിക്കും? 2. ഇതെന്താണ്? ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെയും ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇത് 30, ഇത് 60, ഇത് എത്രയായിരിക്കും? 90 ആവും. അപ്പോൾ ഇവിടുത്തെ ഈ AC എന്ന വശം എത്രയായിരിക്കും? √3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എന്താ മനസ്സിലായത്? ആംഗിള് 30, 60, 90 ആണെങ്കിൽ അവയുടെ വശങ്ങളുടെ റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 എന്നായിരിക്കും.
30ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 സെന്റിമീറ്റർ. മറക്കണ്ട, 30ന്റെ ഓപ്പോസിറ്റ് 1, 90ന്റെ ഓപ്പോസിറ്റ് 2, 60ന്റെ ഓപ്പോസിറ്റ് √3 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ പട്ടിക ഒന്ന് പൂരിപ്പിക്കാം. അപ്പോൾ 1:√3:2 എന്ന് എഴുതി. ഇനി നമുക്ക് ഇവിടെ 3 എന്ന √30ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശം 3 എന്നായി. അപ്പോൾ 90ന്റെ ഓപ്പോസിറ്റ് പഠിച്ചു പോവുക. 90ന്റെ ഓപ്പോസിറ്റ് 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഇരട്ടി. അപ്പോൾ 3ന്റെ ഇരട്ടി 6. ഇനി ഈ 60ന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണോ അതിനെ √3 ആയി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കാം. ഈ 30ന്റെ ഓപ്പോസിറ്റ് 5, 90ന്റെ ഓപ്പോസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൻ്റെ √30ന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണോ അതിൻ്റെ ഇരട്ടി. എത്രയായി? 10. അപ്പോൾ 60ന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് √30ന്റെ ഓപ്പോസിറ്റ് 5 ആണ്. 5 × √3 എന്ത് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ഒരു 20 തന്നു. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 20. അപ്പോൾ 30ന്റെ ഓപ്പോസിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് 90ന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 90ന്റെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ പകുതി ആയിരിക്കും എന്ത് 30ന്റെ ഓപ്പോസിറ്റ് വരിക. അപ്പോൾ എത്ര നമുക്ക് എഴുതാം? 10. ഇതേ × √3 ആയിരിക്കും 60ന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ 10√3 സെന്റിമീറ്റർ എന്ന് വരും. ഇതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പേജ് നമ്പർ 102 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 102 ഒന്നാമത്തെ ചോദ്യം. ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്ത്രികങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സിൻ്റെ എന്ത് കാണണം? പരപ്പളവ് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്? പാരലോഗ്രാം ആണ്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ B × H ആണ്. അപ്പോൾ H എന്ന് പറഞ്ഞ ഹൈറ്റാണ്. നമുക്കിതിൽ എന്തറിയില്ല? ഹൈറ്റ് അറിയില്ല. അപ്പം ഞാൻ ആദ്യം ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ആംഗിൾ 45, ഇവിടെ എത്രയാണ്? 90. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 45 ഡിഗ്രി. നമുക്ക് ആദ്യം ആംഗിൾ എഴുതാം. 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് റേഷ്യോ എങ്ങനെയും 1:2. 45 90 ആണെങ്കിൽ സൈഡുകളുടെ റേഷ്യോ 1:1:√2 ആയിരിക്കും. അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കോൺസ്റ്റന്റ് ഇട്ട് വയ്ക്കുക, എക്സ് എന്ന് ഇട്ട് വയ്ക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാണെന്ന് അറിയാം? 2 ആണെന്ന് അറിയാം. അത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയാണ്? √2 ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഈ √2നെ കളയാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 90ക്ക് ഓപ്പോസിറ്റ് 2 അല്ലേ? അപ്പോൾ ആ 2നെ √2 ആയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 90ക്ക് ഓപ്പോസിറ്റ് എപ്പോഴും ആരുണ്ടാവും? √2 ഉണ്ടാവും. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 2 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ 90ക്ക് ഓപ്പോസിറ്റ് തന്ന ആംഗിളിൻ സൈഡിനെ √2 ആയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഈ √2നെ മേലും താഴെയും ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 2 × √2 2 √2 √2 × √2 2 √5 × √5 5. സെയിം നമ്പർ ആണെങ്കിൽ അതേ നമ്പർ ആയിരിക്കും വരിക. √2 × √2 2 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി √2 എന്ന് കിട്ടും. ഈ √2 ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന സൈഡ്. 45 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബാക്കി 2 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് √2 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? √2 ആയിരിക്കും. നമ്മൾക്ക് ഹൈറ്റ് കിട്ടി √2. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B × H. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. നമുക്ക് B നമുക്കറിയാം. ഇത് എത്രയാണ്? മൊത്തം എത്രയാണ്? 4 × ഹൈറ്റ് ഇപ്പോൾ എത്ര കിട്ടിയത്? √2. അപ്പോൾ 4√2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും ആദ്യത്തെ ചിത്രത്തിൻ്റെ പരപ്പളവ്. ഇനി രണ്ടാം ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 4. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുക? ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈന് വരയ്ക്കുക.
അപ്പോൾ ഇവിടെ 60, ഇവിടെ 90 ആയി. അപ്പോൾ ഇവിടെ എത്രയായി? 30 ഡിഗ്രി. നമുക്ക് ആദ്യം റേഷ്യോ എന്ന് എഴുതാം. ആംഗിള് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:3√3:2. എപ്പോഴും കോൺസ്റ്റന്റ് എന്ത് ചെയ്യുക? എഴുതുക. നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണ് കാണിക്കുന്ന ക്വസ്റ്റ്യനിൽ? √2. ഇവിടെ നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് ഇവിടെ 2 തന്നെയാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 ആണ്. ബാക്കി രണ്ട് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആരായിരിക്കും? √3. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും 1. ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 ആണ്. അത് നമുക്ക് ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 ആയ കാരണം നമുക്ക് വേറെ എന്ത് ചെയ്യണ്ട? കണ്ടുപിടിക്കാണ്ട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ സൈഡും കിട്ടി. അപ്പോൾ നമുക്ക് BH ഏരിയ അഥവാ പരപ്പളവ് ഈക്വൽ ടു BH ആണ്. B എന്ന് പറഞ്ഞ ബേസ് ഇത് മൊത്തം എത്ര ഉണ്ട്? 4 ഇൻറ്റു ഇനി H എത്ര കിട്ടിയത്? √3. 4 ഇൻറ്റു √3 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും രണ്ടാമത്തെ ചിത്രത്തിൻ്റെ പരപ്പളവ്. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കുക. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇവിടെ നോക്കി വെക്കുക. ഇവിടെ 2 സൈഡുകൾ തന്നിട്ടുണ്ട്. അവയ്ക്കിടയിലുള്ള ആംഗിളുകളും തന്നിട്ടുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് 1/2 ഇൻറ്റു AB ഇൻറ്റു സൈൻ സി. അപ്പോൾ വിചാരിക്കും സൈൻ സി, സൈൻ എന്താണ്? ഇതെന്താണ്? ട്രിഗ്നോമെട്രിക് വാല്യൂസ് ആണ്. നമുക്ക് ഇപ്പോൾ വരാൻ പോകുന്നതിൽ കറക്റ്റായിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട വാല്യൂസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. സൈൻ സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളുകളാണ്. അപ്പോൾ ഇവിടെ എത്ര വയ്ക്കും? സൈൻ 30, സൈൻ 16, സൈൻ 40, 45. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ചിത്രത്തിൻ്റെയും ഏരിയ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഓഫ് ഫസ്റ്റ് ത്രികോണത്തിൻ്റെ പരപ്പളവ് ഇക്വേഷൻ 1/2 ഇൻറ്റു A ഇൻറ്റു B ഇൻറ്റു സൈൻ സി ഈക്വൽ ടു 1/2 അതുപോലെ ഇടുക. ഈ AB എന്ന് പറഞ്ഞാൽ 2 വശങ്ങളാണ്. അപ്പോൾ നമുക്ക് എഴുതാം 2 ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ എത്രയാണ്? 30. അപ്പോൾ സൈൻ 30 ഡിഗ്രി. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 0.5 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 0.5 നമുക്കിവിടെ കൊടുക്കാം. 0.5 എന്ന് കൊടുക്കാം. ഇനി ഈ 2ഉം ക്യാൻസലായിപ്പോയി. ഇനി ബാക്കി 1 ഇൻറ്റു 3 അല്ലേ? ഇനി 3നെ 5 ആയിട്ട് ഗുണിക്കുക. 3 ഇൻറ്റു 5 15. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടുണ്ട്? പോയിന്റ് 1 സ്ഥാനം. അപ്പോൾ നമുക്ക് 1 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒന്നാമത്തെ ചിത്രത്തിൻ്റെ ഏരിയ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി രണ്ടാമത്തെ ഏരിയ ഓഫ് 2 ഇക്വേഷൻ വീണ്ടും എഴുതി. 1/2 ഇൻറ്റു A ഇൻറ്റു B ഇൻറ്റു സൈൻ സി. 1/2 ഇൻറ്റു ഇവിടെ സൈഡ് എത്ര തന്നെയാണ്? 2 ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? സൈൻ 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞ വാല്യൂ √3/2 പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിൽ ഈ വാല്യൂസ് എന്ത് ചെയ്യാം? പഠിക്കാം. സൈൻ 60 √3/2 1/2 ഇൻറ്റു 2 ഇൻറ്റു 3 ആർമക്ക് എന്ത് ചെയ്യാം? അതുപോലെ ഇട്ട് വെട്ടിക്കളയാം. 2 ഇൻറ്റു 3 ഇൻറ്റു √3/2. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് 3 ഇൻറ്റു √3 3√3/2. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഉത്തരം കൊടുത്താം. അല്ലെങ്കിൽ √3യുടെ വാല്യൂ 1.732. അപ്പോൾ 3 ഇൻറ്റു
1.732 ബൈ 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുക ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടുക 2.598 സെൻറ്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് നമുക്ക് എന്ത് എഴുതാം, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഈ 1.732 ആരുടെ വാല്യൂ ആണ്, √3യുടെ വാല്യൂ ആണ്. ഇതാണ് രണ്ടാമത്തെ ചിത്രത്തിലെ ഏരിയ. മൂന്നാം ചിത്രത്തിൻ്റെ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് തേർഡ് ട്രയാങ്കിൾ. ഇക്വേഷൻ 1/2 ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ സി ഈക്വൽ ടു 1/2 ഇൻറ്റു രണ്ട് വശം എത്ര തന്നെയാണ്, 2, 3. ആംഗിൾ വ്യത്യാസമുണ്ട്, സൈൻ 45 ഡിഗ്രി. ഇനി സൈൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, √2/2. ഇതാണ് സൈൻ 45ൻ്റെ വാല്യൂ. നമുക്ക് കൊടുക്കാം ഈ 2ഉം ക്യാൻസലായി, ബാക്കി 1 ഇൻറ്റു 3 3 ഇൻറ്റു സൈൻ 45. സൈൻ 45 എന്ന് പറഞ്ഞാൽ √2/2, 3 ഇൻറ്റു √2 3√2/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, √2ൻ്റെ വാല്യൂ 3 ഇൻറ്റു 1.414/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുക അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് അല്ല. നമുക്ക് 2.121 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ ഏകദേശ വാല്യൂ, അതിൻ്റെ അടുത്തെത്തുന്ന വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നിർത്തും ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ട്രിഗ്നോമെട്രിക് വാല്യൂസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ടേബിളൊക്കെ പഠിക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.